ഹലോ എവരിവൺ, വെൽക്കം ടു എജുക്രെക്സ്. പോർച്ചുഗീസ് അധിനിവേശവും കേരള മുസ്ലിങ്ങളും. കേരളത്തിൻ്റെയും കേരള മുസ്ലിങ്ങളുടെയും സുവർണ കാലഘട്ടമായി വിശേഷിപ്പിക്കാവുന്ന ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിന് തിരശ്ശീല വീണത് പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിലൂടെയാണ്. അറബി മുസ്ലിം കച്ചവടക്കാരിലൂടെ മലബാറിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കീർത്തി പാശ്ചാത്യരിലുമെത്തി. സഹാറ സ്വർണവും ഏഷ്യൻ സുഗന്ധവുമായിരുന്നു അറബികളുടെ വാണിജ്യത്തിനാധാരം. ഇത് തിരിച്ചറിഞ്ഞ പോർച്ചുഗൽ രാജാവ് 15-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ തെക്കോട്ടുള്ള യാത്രക്ക് സാഹസികരായ നാവികന്മാർ ആഫ്രിക്ക വൻകര ചുറ്റിയാണ് ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് കപ്പലിറങ്ങിയത്. 1498 മെയ് 14 കോഴിക്കോട് വന്നിറങ്ങിയ വാസ്കോഡി ഗാമയായിരുന്നു പോർച്ചുഗീസുകാരുടെ വഴികാട്ടിയും സ്വസ്ഥ കേരളത്തിന്റെ അന്തകനും. രാജ്യാന്തര വാണിജ്യ രംഗത്ത് അറബികളുടെ മേധാവിത്വവും അറബിക്കടലിൽ അവരുടെ ആധിപത്യവും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പറങ്കികൾ കടലിറങ്ങിയത്. അതുമാത്രമല്ല, മുസ്ലിം ആധിപത്യം ഇല്ലായ്മ ചെയ്യുക എന്ന പാശ്ചാത്യൻ ചർച്ച് മേധാവികളുടെ ലക്ഷ്യസാക്ഷാത്കാരവും വാസ്കോഡി ഗാമയിലൂടെയും മറ്റു നാവികരുടെയും നടപ്പാക്കുക എന്നതും പോർച്ചുഗൽ അജണ്ടയിലുണ്ടായിരുന്നു എന്നത് അവരുടെ ചെയ്തികളിലൂടെ വ്യക്തമാക്കപ്പെട്ടിരുന്നു. ഗാമയുടെ വരവോടെ ഇന്ത്യൻ പാശ്ചാത്യൻ കോളനി വൽക്കരണത്തിന് തുടക്കം കുറിച്ചു. മലബാർ എന്നീ ഇന്ത്യൻ തീരദേശങ്ങളിൽ അവർ എത്തിയെങ്കിലും ഏറെ നാശനഷ്ടങ്ങൾ വരുത്തിയത് മലബാറിലായിരുന്നു. 1500 ഗാമ വീണ്ടും കേരളത്തിലെത്തിയത് കൂടുതൽ ക്രൂരതകളോടെയാണ്. നായർ മാപ്പിള പടയാളികളുടെ സഹായത്തോടെ ശാന്തമായി നാടുഭരിച്ചിരുന്ന സാമൂതിരി രാജാവിന്റെ ആസ്ഥാനമായ കോഴിക്കോടാണ് ഗാമ കച്ചവടത്തിനായി നിലയുറപ്പിച്ചത്. കോഴിക്കോട്ട് നിന്ന് മുസ്ലിങ്ങളെ പുറത്താക്കണമെന്ന ഗാമയുടെ നിർദ്ദേശം സാമൂതിരി നിരസിച്ചു. മുസ്ലിം കച്ചവടക്കാരുടെ അരിക്കപ്പലുകൾ ഗാമയുടെ പട്ടാളം കൊള്ളയടിച്ചു. ലക്ഷ്യം കൊള്ള മാത്രമായിരുന്നില്ല, അതിലുള്ള മുസ്ലിങ്ങളെ അതിക്രൂരമായി കൊന്നൊടുക്കി. ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചു വന്നിരുന്ന കപ്പൽ പിടികൂടി മുഴുവൻ മാപ്പിളമാരെയും നിഷ്ഠൂരമായി ചുട്ടെരിച്ചു. പോർച്ചുഗീസുകാരുടെ ഈ ദൃശ്യപ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് കച്ചവടാഭിവൃദ്ധിയോടൊപ്പം മുസ്ലിം നിഷ്കാസനവും ക്രൈസ്തവാധിപത്യവും പോർച്ചുഗീസുകാർ ലക്ഷ്യം വെച്ചിരുന്നു എന്നതാണ്. ചരിത്രം അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഗാമയുടെ നേതൃത്വത്തിലുള്ള പറങ്കിപ്പടയുടെ ദുഷ്ടചെയ്തികളിൽ പൊറുതിമുട്ടിയ സാമൂതിരി അവരെ സായുധമായി നേരിടാൻ തീരുമാനിച്ചു. ശക്തരായ നായർ പടയാളികളും വിദഗ്ധരായ മാപ്പിള നാവികരും ഒത്തുചേർന്ന് നിരവധി സംഘടനകളിലൂടെ പറങ്കികളെ കേരളത്തിന്റെ പശ്ചിമ തീരത്തു നിന്ന് തുരത്തി. പരാജയം മണത്തറിഞ്ഞ പറങ്കികൾ അടവുമാറ്റി. സാമൂതിരിയെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റുക മാത്രമേ പോംവഴിയുള്ളൂ എന്നവർ കണ്ടു. അതിനായി നുണപ്രചാരണവും കിംവദന്തികളും അഴിച്ചുവിട്ടു. ദുഷ്ടസൂത്രം തിരിച്ചറിയാതെ സാമൂതിരി അതിൽ പെട്ടുപോയി. താൻ പോറ്റിയ, തനിക്കുവേണ്ടി പൊരുതിയ മാപ്പിളപ്പടയെയും അവരുടെ നായകരായ മരക്കാർമാരെയും സാമൂതിരി സംശയിച്ചു. സാമൂതിരിക്കു മുന്നിൽ ആയുധം വെച്ച കുഞ്ഞാലിയെ പറങ്കിപ്പട പിടിച്ചുകെട്ടി. തന്റെ മുന്നിൽ വെച്ച് പടനായകനെ പിടിച്ചുകൊണ്ടുപോകുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്ന സാമൂതിരി രാജാവിന്റെ പതനത്തിന്റെ നാന്ദിയും അവിടെ കുറിക്കപ്പെട്ടു. സായുധ പോരാട്ടം നയിച്ച മാപ്പിള പടയാളികളെ മാത്രമല്ല, മുസ്ലിങ്ങളെ ഒന്നടങ്കം വിവിധ തരത്തിൽ പീഡനങ്ങൾക്ക് വിധേയരാക്കിയ പറങ്കികൾക്കു നേരെ ധർമ്മയുദ്ധത്തിന് മുസ്ലിങ്ങൾ തയ്യാറായി. മുസ്ലിങ്ങൾക്കെതിരെ പറങ്കികൾ കാണിച്ച ക്രൂരതകളുടെ പരമ്പര എടുത്തു കാണിച്ചുകൊണ്ടും പറങ്കികൾക്കെതിരെ സമരത്തിന് ആഹ്വാനം ചെയ്തും അന്നത്തെ ഉന്നതനായ മുസ്ലിം പണ്ഡിതൻ സൈനുദ്ദീൻ മഖ്ദൂം ഒരു ഗ്രന്ഥം തന്നെ രചിച്ചു. മുബീൻ എന്ന രചനയും പോർച്ചുഗീസ് ക്രൂരതക്കെതിരായിരുന്നു. സാമൂതിരിയുടെ പതനവും പോർച്ചുഗീസ് ആധിപത്യവും കൂടിയായപ്പോൾ മുസ്ലിങ്ങൾ എല്ലാ നിലയ്ക്കും അധംപതനത്തിന്റെ ആഴത്തിലെത്തി. തീരദേശങ്ങളിൽ വാസമുറപ്പിച്ചിരുന്ന മുസ്ലിങ്ങൾ നല്ലൊരു വിഭാഗം പലായനം ചെയ്യേണ്ടി വന്നു. പ്രധാന യാത്രാ സൗകര്യം ജലമാർഗമായതിനാൽ നദികളിലൂടെ ഉൾപ്രദേശങ്ങളിലേക്ക് നീങ്ങാൻ മുസ്ലിങ്ങൾ നിർബന്ധിതരായി. ചാലിയാറിന്റെ തീരദേശങ്ങളായ ഫറോക്ക്, അരീക്കോട്, എടവണ്ണ, മമ്പാട്, നിലമ്പൂർ മുതലായ സ്ഥലങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായി തീരാനുണ്ടായ ചരിത്രപരമായ കാരണങ്ങളിലൊന്ന് ഈ സ്ഥിതിഗതികളാണ്. സാമൂഹികമായും സാമ്പത്തികമായും തകർന്ന മുസ്ലിങ്ങൾ കാലക്രമത്തിൽ പിന്നാക്കത്തിന്റെയും പിന്നണിയിലായതിന്റെയും പിന്നിൽ അത്ഭുതമില്ല.